സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടപ്പാക്കാനിരിക്കെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിലാണ്. ലേണേഴ്സ് ടെസ്റ്റ് ഉൾപ്പെടെ ഒരു നടപടികളുമായും സഹകരിക്കില്ലെന്ന് CITU-വും INTUC-യും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സംഘടനകൾ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? അശ്വതി, വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പുതിയ നിയന്ത്രണങ്ങൾ അത് ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു. സ്വാഭാവികമായി മെയ് ദിനമായിരുന്നതുകൊണ്ട് ഇന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായി മുട്ടത്തറയിലടക്കം തിരുവനന്തപുരം മുട്ടത്തറയിലടക്കം ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷന് മുമ്പിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത യൂണിയനുകൾ, തൊഴിലാളികളുടെ യൂണിയനുകൾ അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. തികച്ചും അപ്രായോഗികമായ ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല തുടങ്ങിയ ആശയങ്ങളോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾക്ക് വഴിവെക്കുമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അനൂപ് ആറ്റിക്കൽ, അദ്ദേഹം CITU യൂണിയന്റെ AKPSന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധവുമായി നിങ്ങൾ രംഗത്തെത്താനുള്ള സാഹചര്യം? ഇപ്പോൾ സർക്കുലർ പ്രകാരം 4/2024 എന്ന സർക്കുലർ ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മെയിനായിട്ടുള്ള കാര്യം. ഈ 4/2024 എന്ന സർക്കുലർ തുടങ്ങിയതോടുകൂടി ഡ്രൈവിംഗ് സ്കൂളുകാരെ കഷ്ടകാലം തുടങ്ങിയാണ് മെയിനായിട്ട് വരുന്നത്. കാര്യം ഈ സർക്കുലർ നിലവിൽ വന്നതോടുകൂടി ഈ ഡ്രൈവിംഗ് സ്കൂൾ, അതായത് 6500ഓളം ഡ്രൈവിംഗ് സ്കൂൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അന്നമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് നമ്മൾ ഞങ്ങളുടെ എല്ലാ സ്കൂൾ ഒരു കൊടിയും നോക്കാതെ ഞങ്ങളെല്ലാം സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രക്ഷോഭ പരിപാടി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കാര്യം ഈ സർക്കുലർ വന്നത് 1-ാം തീയതി മെയ് ദിനമായതുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ സർക്കുലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ഇത്തരത്തിൽ കൃത്യമായ ഒരു വിമർശനവുമായി, അതായത് നിങ്ങൾക്കത് ഏത് തരത്തിലുള്ള ഒരു ബാധ്യതയാകുമെന്നൊരു വിലയിരുത്തലാണ് ഈ യൂണിയനിൽ കടക്കമുള്ളത്. ഇതിൽ പറയുന്നത് ഒന്നാമത്തെ ടെസ്റ്റിന്റെ പാറ്റേൺ, അതായത് നടപ്പിലോട്ടിരിക്കുന്ന ടെസ്റ്റിന്റെ രീതിയിൽ വ്യത്യസ്തമായുള്ള രീതികൾ. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പാടില്ല. അപ്പൊ ഈ ടെസ്റ്റിന്റെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ടെസ്റ്റിംഗ് ട്രാക്കിലാണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പൊ മൊത്തം കേരളത്തിൽ 86 ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ 9ഓളമാണ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തുന്ന സ്ഥലത്താണ് ടെസ്റ്റ് നടക്കുന്നത്. ഈ പറയുന്ന പാറ്റേൺ വരുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഏതിനും ഒരു സമയം തരണം. അതായത് നമ്മൾ ഒരു സിലബസ് വരുന്ന സമയത്ത് അതിന്റേതായ സമയവും കാര്യങ്ങളെല്ലാം വരണം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 6500ഓളം ഡ്രൈവിംഗ് സ്കൂളും 1,00,000 പരം ആൾക്കാരുടെയും കുടുംബ ജീവിതത്തിൽ ബാധിക്കുന്ന പല നിയമങ്ങളും ഒരു മുന്നറിയിപ്പില്ലാതെ നടപ്പിലാക്കുന്നത് അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ അതിന്റെ വിധി വരാതെ ഇതിന് ഒരു മുന്നതണ്ടമില്ലാതെ ഇന്നു മുതൽ ഒരു ധാർഷ്ട്യം പോലെ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എങ്ങനെ തുടരാനാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുമായിട്ട് പ്രതിഷേധം പറഞ്ഞാൽ ഇന്നു മുതൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. മൊത്തം കേരളത്തിൽ ബഹിഷ്കരിക്കുകയാണ്. കാര്യം ഞങ്ങൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾ തടയുന്നില്ല. പക്ഷേ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കുട്ടികളെ ഞങ്ങൾ ടെസ്റ്റിന് കയറ്റുന്നില്ല. എവിടെയാണ് നിങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? അപ്പൊ ഈ പുതിയ വണ്ടികൾ വാങ്ങിച്ചായിരുന്നോ ഇതിന്റെ ഭാഗമായിട്ട്? ഇല്ല, നമുക്ക് അതിനോടുന്ന കാശ്, നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് അവർ പറയുന്ന പോലെ വണ്ടി വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. നമുക്കുള്ള വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം പെട്ടെന്ന് കൊണ്ടുവന്നൊരു സംവിധാനമാണ്. ഇതുകൊണ്ട് നമ്മൾ അന്നന്ന് വില ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ, അല്ലാതെ നമ്മൾ കാശ് സമ്പാദിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ അവർ പറയുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം. അതിനുള്ള സംവിധാനം അവർ ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്ത് ഇറങ്ങുന്നവരാണ്. നമ്മൾ പുതിയ വണ്ടി ഇറക്കണമെങ്കിൽ നമ്മളൊരു ലോൺ എടുക്കണം. പക്ഷെ ഇതിനകത്ത് നമുക്ക് പഠിപ്പിക്കേണ്ട റോഡുകൾ ഏതാ? ഒരൊറ്റ റോഡ് നമുക്ക് മാന്യമായി പഠിപ്പിക്കാനുള്ള റോഡുകളില്ല, ഒരൊറ്റ റോഡ് പോലും. നമുക്ക് ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ ഈ സൈഡ് മാത്രം അവർ നല്ല റോഡാക്കിയിട്ടിട്ട് ബാക്കിയുള്ള റോഡ് അത്രയും കുത്തിക്കുടിച്ച് ചെളിയും ഇതായിട്ടിട്ട് നമ്മൾ എങ്ങനെയാ വണ്ടി പഠിപ്പിക്കുന്നത്? 2 ദിവസം നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതിന്റെ വണ്ടി തൊലഞ്ഞുകൊണ്ടിരിക്കും. അത് പറ്റൂല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തായാലും നമ്മൾ ഇതിനൊരു തീരുമാനമാക്കട്ടെ. അവരെ ടെസ്റ്റിന്റെ ട്രാക്ക് എങ്ങനെയാണോ അവരത് കണക്കാക്കി നമുക്ക് നീങ്ങാം. ഈ പ്രതിഷേധം സംയുക്തമായി തന്നെ തുടരുമെന്നാണോ? അതെ സാർ, അതെ. അതായത് അവർ ഈ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓട്ടോമാറ്റിക്, അതായത് എനിക്ക് മുമ്പിൽ കാണുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ, അവിടേക്ക് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ കയറ്റുകയില്ല എന്ന നിലപാടാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കുന്നത്. സ്വാഭാവികമായി 1,00,000-ലധികം ഈ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ജീവനവൃത്തി കണ്ടെത്തിയിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതോപാധിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ 6000 ഈ
വെഹിക്കിൾ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെഹിക്കിൾ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ആളുകളുടെ ജീവനോപാധിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പുതിയ പരിഷ്കാരവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടികളും. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും അതിന്മേലുണ്ടാകുന്ന നിരീക്ഷണം എന്ന കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തമായ ബോധ്യം വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു തരത്തിലും ഈ ഒരു പരിഷ്കാരം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി സർക്കാർ സമ്മർദ്ദത്തിലാകും. അത്തരത്തിലൊരു പരിഷ്കാരവുമായി ഗതാഗത വകുപ്പിന് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരും, വിമർശനങ്ങൾ ഉയരും. അവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാകും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അശ്വതി, അതാണ് ഡാനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പലയിടത്തും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ അത് നടപടികളിലേക്ക് നീങ്ങുമോ, തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ, സർക്കാർ എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മലപ്പുറത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടിയായിരുന്നു പ്രതിഷേധം. ടെസ്റ്റിന് വാഹനങ്ങൾ വിട്ടു നൽകില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു. പരിഷ്കരണം അപ്രായോഗികമാണ് എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ. ഞങ്ങള് കേരളത്തിലുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും CITUവിന്റെ നേതൃത്വത്തിൽ, ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാലമായ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവും പിന്നെ RTO സേവനങ്ങളുടെ ബഹിഷ്കരണവും തുടങ്ങുകയാണ്. അതിന് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറക്കിയിട്ടുള്ള 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കണമെന്നുള്ളതാണ്. ഈ സർക്കുലർ നടപ്പിലാക്കുന്നതോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 7000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകളും അതിനോടനുബന്ധിച്ച് ഉള്ള 1,00,000-ലധികം വില വരുന്ന തൊഴിലാളികളും തെരുവിലാവും, ജോലിയില്ലാത്തവരായിത്തീരും. അത് വിധത്തിലാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമാണ് അപേക്ഷകരുടെ എണ്ണം കുറയ്ക്കുന്നത്. ടെസ്റ്റ് കൊടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അപേക്ഷകർ സർക്കാരിന് പൈസ കിട്ടുന്നത് അത് എത്രയും അവർ വാങ്ങുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ ലൈസൻസിന് വേണ്ടി ടെസ്റ്റിനുള്ള അവസരം ഈ ഫീസ് അടച്ചവർക്ക് നിഷേധിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നടപടിയിൽ വരുന്നത്.